പിന്നെ ഈ നബിദിനാഘോഷത്തിലെ ചില ആളുകൾ ഒരു പ്രത്യേകമായൊരു ഇബാദത്തായി ആരെങ്കിലും പരിഗണിക്കുകയും അതിനൊരു ഇബാദത്തായി കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്, അത് തശ്രീയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 വലിയ മഹത്വമുള്ള ദിവസമാണ് എന്ന് ചില ആളുകളൊക്കെ അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയണമെന്ന നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 11 ഇല്ലാത്ത ഒരു പ്രതിഫലം ഏതെങ്കിലും ഒരു കർമ്മത്തിനുണ്ട് എന്നോ, അല്ലെങ്കിൽ 11 ചെയ്യാൻ സുന്നത്തില്ലാത്തൊരു കാര്യം പ്രത്യേകമായ സുന്നത്താണ് 12 എന്നോ, ഇതൊന്നും നമ്മൾ ആരും പറയുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ പ്രത്യേകമായ തശ്രീകളാണ്, അത് പുതിയതുണ്ടാക്കലാണ്, അത് ബിദ്അത്ത് മുൻകറത്തിന്റെ ഇനത്തിൽപ്പെടും. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നബിദിനം എന്ന് പറഞ്ഞാല് അത് ബിദ്അത്തായ ഒരു കാര്യമാണ്. അതിങ്ങനെ ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല എന്നുള്ളത് കോട്ട് സഖാഫിയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നബിദിനം എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്തൊന്നല്ല, അത് പ്രത്യേക സുന്നത്തൊന്നല്ല. 11 അന്ന് സുന്നത്തല്ലാത്തൊരു കാര്യം 12 സുന്നത്തില്ല എന്ന് പറഞ്ഞത്. 11 13 പോലെ തന്നെ ഒരു ദിവസമാണ് 12. റസൂലുള്ള ജനിച്ചത് റബീഉൽ അവ്വൽ 12 ഒരുറപ്പുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12 എന്ന് ആധികാരികമായിട്ട് പല ആളുകളും പറയുന്നുണ്ട്. എന്നാൽ ഭിന്നതയില്ലാത്ത ഒരു ഡേറ്റ് ഒന്നല്ല റസൂലുള്ള വഫാത്തായതും എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത് പല ആളുകളും പെട്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇനി അതും ചോദ്യം ചെയ്തു വരണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12 എന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിപ്രായപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റു അഭിപ്രായങ്ങളും ഉണ്ട്, മറ്റു ദിവസങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. അത് മുജാഹിദ് സമസ്ത വിഭാഗങ്ങളുടെ ഒരു സംവാദം നടന്നിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കമ്പിൽ സംവാദമാണ്. ആ കമ്പിൽ സംവാദത്തിൽ തന്നെയാണ് അബൂലഹബിന് കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്ന വിഷയം സംബന്ധിച്ചുള്ളൊരു ചർച്ച നടന്നതും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത താലീഖാത്തായ ബാബ് നിക്കാഹിന്റെ ഭാഗമായിക്കൊണ്ട് സുവൈബ എന്ന അടിമ സ്ത്രീയെ മോചിപ്പിച്ചത് കാരണമായിക്കൊണ്ട് അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും വിരലിന്റെ അടിയിൽ കൂടി കൂൾ ഡ്രിങ്ക്സ് ഇട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം, അതൊരു ഹദീസിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്, ഹദീസൊന്നുമല്ല. എന്തായാലും അതിലേക്കൊന്നും പോകുന്നില്ല. ആ ഒരു സംവാദത്തിൽ സമസ്ത വിഭാഗം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ലഘുലേഖയിലെ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12 ഉറപ്പുള്ള എന്ന് പറയുന്ന ആ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? അതിന് വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫൈസൽ മുസ്ലിയാര് അവിടെ വെച്ചുകൊണ്ട് സമ്മതിക്കുന്നുണ്ട്. അവർക്ക് സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. കാര്യം അതല്ലാത്ത അഭിപ്രായങ്ങളുണ്ട്. എന്താവട്ടെ, ആ ചർച്ചയൊന്നുമല്ല നമ്മളുടെ ഇപ്പോഴത്തെ ഇവിടെ വരുന്ന കാര്യം. ഇവിടെ കോട്ട് സഖാഫി പറഞ്ഞത് അതൊരു സുന്നത്തല്ല, അതൊരു പ്രത്യേകതയില്ല, വേണമെങ്കിൽ ആഘോഷിക്കാം. ഉപ്പുമാങ്ങത്തെ പുഴു പോലെ. ഉപ്പുമാങ്ങത്തെ പുഴു. ഇപ്പൊ ചില ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്ന മാങ്ങയില് ഒരു കഷ്ണത്തില് പുഴുണ്ട്, ആ പുഴുവിനടക്കം തിന്ന ജായിസാണെന്നുണ്ട്. ഇത്ര കത്തിമ പുഴാണ് വെച്ചാൽ കത്തി നക്കരുത്, അങ്ങനെയാണ് അതിന്റെ മസാല എന്നൊക്കെ പറയുന്ന പോലെ. ആ പുഴുവിനെ തട്ടിക്കളഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. ആ പുഴുവിനെ തിന്നാല് അതൊരു കുറ്റമല്ലാന്ന്. അതേപോലെ നബിദിനം ആഘോഷിക്കുന്നത് കുറ്റമൊന്നല്ല, എന്നാ പുണ്യാണോ? പുണ്യൊന്നുമില്ല എന്നാണ് ഇപ്പോ കോട്ട് സഖാഫിയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാല് ഇതിന് എതിരായിക്കൊണ്ട് ഇയാൾക്ക് എതിരായിട്ട് അബ്ദുൽ ബസീർ സഖാഫി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്നും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്ന് ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ വിട്ടു തന്നെ, യൂട്യൂബിലുള്ള ഒരു വീഡിയോ. ഒരാളിങ്ങനെ പറയാണ്, 11 അന്നില്ലാത്ത പ്രത്യേകത 12 ഉണ്ട് എന്ന് വിശ്വസിക്കല്, അല്ലെങ്കിൽ അത് പ്രത്യേകം കരുതിക്കൊണ്ട് ഇബാദത്ത് ചെയ്യല്, അത് ബിദ്അത്താണ്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് ശ്രദ്ധിച്ചോളാം, അതിരുവിടലാണ്. പൂർവികരായ ആലിമീങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സത്യമാണത്. അവരോട് നമുക്ക് പറയാനുള്ളത്, ഇതുവരെ പറഞ്ഞ ക്ലാസുകൾ കേൾക്കുക. എത്ര പൂർവികരാണ് പറഞ്ഞത്, നമ്മൾ പറയാത്തവരുമുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് മുഖ്യമായ ഇബാദത്തുകൾ മാത്രം നാം വായിച്ചതാണ്. എല്ലാം വായിക്കാൻ ടൈമില്ലാത്തത് കൊണ്ട്. ഇത് ഇപ്പൊ അടുത്ത് ആരോ ഉണ്ടാക്കിയതല്ല, ഇത് ഇപ്പൊ അടുത്ത് ആരോ ഉണ്ടാക്കിയതാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് തന്നെയാണ് ഇവിടെ സലാം സഖാഫി പറഞ്ഞതും എന്നുള്ളത് നമുക്ക് മറന്നു കളയാൻ കഴിയില്ല. അപ്പോ നബിദിനം എന്ന് പറഞ്ഞാൽ എന്താണത്? അതിപ്പോ അത്ര വലിയൊരു സംഭവം ഒന്നല്ലാന്ന്, വേണമെങ്കിൽ ആഘോഷിക്കാവുന്ന എന്നാ പിന്നെ എന്തിനാണ് ഈ ബിദ്അത്തായിട്ടുള്ള ഈ ആഘോഷം എന്ന പേരിൽ സന്തോഷം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ എല്ലാ ദിവസവും സന്തോഷിക്കണം.
അതിന് പ്രത്യേക ഒരു ദിവസം എടുത്തിട്ട് അന്ന് മാത്രം സന്തോഷം, പിന്നെ അല്ലെങ്കിൽ ആഘോഷം, ഒരു നബി സ്നേഹം, പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ പോയിച്ച പോലെ അള്ളാനെ പോലും മറന്നുകൊണ്ട് CM-ന്റെ പിന്നാലെ നടക്കുന്ന ആളുകള്, CM-ന്റെ ജാറത്തിന് നാലുപുറം നടക്കുന്ന ആളുകള് ഈ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരില് ഇതുപോലെ കളവുകൾ പറഞ്ഞുകൊണ്ട് നബിദിനം എന്ന പേരില് ആഭാസങ്ങൾ കാണിക്കുമ്പോ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നബിദിന സംബന്ധമായിട്ടുള്ള ചെറിയൊരു പ്രഭാഷണത്തിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാക്കാവുന്ന രൂപത്തിലാണ് വീഡിയോ അദ്ദേഹം പറയുന്നത്. കേൾക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുത്തറസൂലുള്ളാന്റെ ജന്മദിനം കൊണ്ടുവന്നതെടുത്ത് അതേപോലെ ഒരു ബിദഅത്തായിട്ട് കടന്നു വന്നത് റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാൻ വന്നു. എന്നാൽ റസൂല് ജനിച്ച ദിവസം എങ്ങനെ കാണണമെന്ന ഹദീസ് പറഞ്ഞേ. പേനയും പേപ്പറും ഉണ്ടെങ്കിൽ എഴുതി വെച്ചോട്ടോ, മൊബൈലിൽ നോട്ട് ചെയ്തോ. സ്വഹീഹ് മുസ്ലിം 1175 നമ്പർ ഹദീസ്. മുത്തറസൂല് പറയാ, തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് അവിടുന്ന് ചോദിക്കപ്പെട്ടപ്പോ അവിടുന്ന് പറയുന്നുണ്ട്, ഫീഹി വിളിത്തോ, ഞാൻ ജനിച്ചതാ തിങ്കളാഴ്ചയാണ്, എന്ന് പ്രവാചകനായി നിയോഗിച്ചത്, അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതീർണമായതും ഒരു തിങ്കളാഴ്ചയാണ്. ഹിറാഗുഹരത്തിന്റെ മുഖരത്തിലൂടെ പ്രവാചകൻ ഏകനായിരിക്കുന്ന നിമിഷങ്ങളോട് അല്ലാഹുവിന്റെ വഹീം കൊണ്ട് മലക്കു ജിബ്രീൽ ആദ്യമായി പ്രവാചകന്റെ മുമ്പിലൂടെ പെയ്തിറങ്ങിപ്പോയ നിമിഷമുണ്ടല്ലോ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന് പറയുന്ന ഖുർആനിന്റെ മനോഹരമായ ആയത്തിറങ്ങിയത് അതൊരു തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് എല്ലാ തിങ്കളും നിങ്ങൾ നോമ്പെടുത്തോ. എല്ലാ തിങ്കളും നോമ്പെടുക്കാൻ പറഞ്ഞു. നമ്മളോ നോമ്പെടുക്കാൻ പറഞ്ഞു റസൂലുള്ളാഹ്, പുട്ടടിക്കാൻ പറഞ്ഞു മുല്ല ഉമർ ഷിയ. ആരെ നമ്മളെ അനുസരിച്ച് പോട്ടെ പോട്ടെ. കഴിഞ്ഞതിന് മുമ്പത്തെ നബിദിനം അഥവാ 2016 ഡിസംബർ 12 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, 2016 ഡിസംബർ 12 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. നമ്മൾ എങ്ങനെയാ നബിദിനാഘോഷം കണ്ട്? രാവിലെ മധുര പലഹാരം കൊണ്ട് തുടങ്ങി ഉച്ചക്ക് ഹെവി ഫുഡോടെ കെങ്കേമാക്കി. അള്ളാന്റെ മുത്തറസൂലോ തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പറഞ്ഞു. ഷിയ പറഞ്ഞു പുട്ടടിച്ചോളാൻ പറഞ്ഞു. ആരെ നമ്മൾ അനുസരിച്ചു? ആരോട് നമ്മൾ സ്നേഹം കാണിച്ചു? ഇനി മാത്രമല്ല, നമ്മുടെ ഒരു സുഹൃത്ത് അയച്ച മെസ്സേജ് എന്താണെന്നറിയോ? അന്ന് വാഹനത്തിൽ ഇങ്ങനെ വരുമ്പോ കൈ കാണിച്ചു അത്രേ, ടേബിളിൽ പായസമൊക്കെ നിരത്തിയിട്ട്. അപ്പൊ കാറിന്റെ ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തിയപ്പോ ഒരു ഗ്ലാസ് പായസം ഉള്ളി കൊടുത്തു. പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ നോമ്പുകാരന്. നീ എന്താ നബിദിനായിട്ട് നോമ്പെടുക്കാൻ മുസ്ലിം അല്ലേ? കണ്ടോ, ആളുകളുടെ മനസ്സിലുണ്ടാവണ ഒരു ഫീൽ അങ്ങനെ പഠിപ്പിച്ചു ആളുകളോട്, അപ്പൊ വിദഅത്ത് വന്നപ്പോ സുന്നത്ത് തകർന്നു. നോക്കണേ, റസൂലുള്ള ജനിച്ച ദിവസവുമായി ഒരേ ഒരു രേഖ തിങ്കളാഴ്ച എന്ന്, വേറൊന്നുമില്ല. തിങ്കളാഴ്ച ഈ റബീഉൽ അവ്വൽ മാസം. ഇപ്പൊ നബിദിനം തീരണില്ലല്ലോ. ഇപ്പൊ എന്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ ടീച്ചർ പറയാ, എന്നോട് വിളിച്ച് പറയാം, എന്താ നിങ്ങളുടെ നബിദിനം എന്താ തീരാത്തെ? ഞങ്ങളുടെ ക്രിസ്മസ് പോലെ തന്നെ ആയാലും. അപ്പൊ എന്റെ തൊട്ടപ്പുറത്ത് ഒരു ഏപ്പിക്കാരൻ നിൽക്കണുണ്ട്. ഞാൻ മൂപ്പറൊന്ന് ഇടങ്ങന്നിട്ട് ഇങ്ങനെ നോക്കി. പറഞ്ഞത് നമ്മളാരല്ലല്ലോ, വിമർശിച്ചൊന്നും വേണ്ട, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതിങ്ങനെ ആഘോഷങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളും. എന്തിന്റെ പേര്? റസൂൽ ജനിച്ചു. തീരുന്നില്ല. വിമർശിക്കുന്നവർ അൽഹംദുലില്ലാ ഇറങ്ങി വരുന്നവരുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കരമന എന്ന് പറയുന്ന ഒരു പള്ളിയിൽ നബിദിനം ആഘോഷിക്കുന്ന മക്ബറയുള്ള പള്ളിയിൽ, അവിടെ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി 5 ദിവസത്തെ പ്രഭാഷണം നിർവഹിക്കാൻ ഒരു ദിവസത്തെ ഡേറ്റ് എനിക്കും തന്നിരുന്നു. അള്ളാന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ പറയുന്ന ഹുബ്ബുർ റസൂലിന്റെ മേട്ടർ അവിടെ നമ്മൾ അവതരിപ്പിച്ചു. നബിദിനം ഇസ്ലാമികം, മാല മൗലിദുകൾ ശരിയല്ല, അതിൽ ഇന്ന കാര്യങ്ങളുണ്ട്, എല്ലാം പറഞ്ഞു. ഒരു പറ്റം ചെറുപ്പക്കാർ അൽഹംദുലില്ലാ അത് നിങ്ങളുടെ ഇറങ്ങിപ്പോന്നു. അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അവരിപ്പോ മീലാദിലൂല കമ്മിറ്റിയിലൂല അവർ പുറത്തൊരു പ്രഭാഷണം സംഘടിപ്പിച്ചു. ആ പള്ളിയുടെ മക്ബറ ഇന്ന് ബാലരാമപുരം വഴി പോകുന്ന തമിഴ്നാടിന്റെ റോഡ് വികസിപ്പിക്കുമ്പോ അവിടുത്തെ മക്ബറയും മാറ്റി പുതുക്കി പണിയാൻ ആ യുവാക്കൾ സമ്മതിച്ചില്ലേ. കാരണം അവിടുന്ന് ഒന്നും കിട്ടിയില്ല കബറിന്ന്, ആ മേലത്തെ തുണിയും കല്ലല്ലാതെ. അതുകൊണ്ട് അത് പണിയാൻ അവർ സമ്മതിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞെന്തെന്നറിയോ, ആളുകൾ കേൾക്കാത്തതും പഠിക്കാത്തതും. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇങ്ങനെ കേൾക്കുമ്പോൾ നന്നാവും. പക്ഷേ ഈ ഒരു കുട്ടി ഇങ്ങനെ ഇരുന്ന് മൂത്രമൊഴിക്കുമ്പോ, ചെറിയ മോനല്ലേ, അതിന്റെ കൂടെ ബിസ്ക്കറ്റും തിന്നുന്നുണ്ട്. അപ്പൊ വാപ്പ പറഞ്ഞു, മോനെ മൂത്രമൊഴിക്കണ നേരത്തെ ബിസ്ക്കറ്റ് തിന്നല്ലടാൻ. അപ്പൊ കുട്ടി പറഞ്ഞു, ഞാനിതിൽ മുക്കി തിന്നും, നിങ്ങൾ എന്താ കാട്ടാൻ? അതിന് നമുക്കൊന്നും പറയാല്ല. കാരണം റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞ് ജൂത ക്രിസ്ത്യാനികളോട് എങ്ങനെ സമമാകുന്നുവോ
അതേപോലെ لتتبعن سنن من كان قبلكم شبرا بشبر وذراعا بذراع حتى لو دخلوا في جحر لب لتبعتموهم. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവരനുകരിക്കാൻ നഅലം ബിനഅൽ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഒരു ചെരുപ്പ് മറ്റേ ചെരുപ്പിനോട് യോജിക്കുന്ന പോലെ ഒരു സ്റ്റാറിന്റെയും പുൽക്കൂടിന്റെയും കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് വീണ്ടും തെറ്റി. പുൽക്കൂട് വന്നു കൊയിലാണ്ടിയിൽ, ഇനി സ്റ്റാറേ ബാക്കിയുള്ളൂ.